ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് വീടിൻ്റെ വയറിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന പൈപ്പുകൾ ഏതൊക്കെയാണെന്നുള്ള അതെങ്ങനെയാണ് കൺസീൽ ചെയ്ത് ഉപയോഗിക്കുന്ന ഡീറ്റെയിൽസ് വീഡിയോ ആണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഒരു ബാത്റൂമിൻ്റെയും അതോട് ചേർന്ന് വരുന്ന ഡ്രസ്സിങ് ഏരിയയിലെ പൈപ്പിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം തന്നെ നമ്മൾ കട്ടർ ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. ഇത് സോളിഡ് ആണ്, അതായത് നമ്മൾ സിമൻറ്റ് കട്ടയാണ് വരുന്നത്. സിമൻറ്റ് കട്ട നമുക്ക് ജസ്റ്റ് ഉളുക്കി അല്ലെങ്കിൽ ചിറ്റിയൊക്കെ ഉളിക്കുകയാണെങ്കിലും നമ്മൾ പെട്ടെന്ന് അടിച്ചാൽ നമുക്കത് പെട്ടെന്ന് നമുക്ക് ലെവലിൽ കിട്ടില്ല, ചെങ്കല്ല് പോലെയല്ല. അപ്പോൾ നമ്മൾ കട്ടർ വെച്ചിട്ട് ഏതൊക്കെയാണ് പൈപ്പുകൾ പോകേണ്ട പൈപ്പുകൾ അതിനനുസരിച്ചിട്ട് കട്ടർ വെച്ചിട്ട് നമ്മൾ ആദ്യമേ കട്ട് ചെയ്യും. അതിനുശേഷം ഡ്രില്ല് ഉപയോഗിച്ചിട്ട് നമ്മൾ ചിപ്പർ ഉപയോഗിച്ചിട്ടാണെങ്കിൽ ചിപ്പ് ചെയ്ത് കളഞ്ഞതിന് ശേഷം അത് ആഴമല്ല, ഓവറായിട്ട് ആഴം വേണ്ട, നമ്മൾ ഏത് പൈപ്പാണ് ഇടാൻ ഉദ്ദേശിക്കുന്നത് 20 mm 25 mm ഇങ്ങനെ 2 പൈപ്പുകളാണ് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് പോകുന്ന രീതിയിൽ കൺസീൽഡ് ചെയ്ത് നിൽക്കുന്നത്, കൺസീൽഡ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭിത്തിയുടെ അകത്ത് നിൽക്കുന്ന രീതിയിലാണ് ചെയ്യുന്നത്. അത് കൂടുതൽ ഉപയോഗിക്കുന്നത് 4 ഇഞ്ചിൻ്റെ ബ്ലേഡാണ് കട്ടറിൽ ഉപയോഗിച്ചിട്ട് ചെയ്യുന്നത്. അപ്പോൾ 4 ഇഞ്ചിൻ്റെ ബ്ലേഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഗാർഡ് ഉപയോഗിച്ചിട്ട് വേണം കട്ട് ചെയ്യുന്നത്. അപ്പോൾ കട്ട് ചെയ്യുന്ന സമയത്ത് സേഫ്റ്റി രീതിയിൽ തന്നെ കട്ട് ചെയ്യും. അതിനുശേഷം നമ്മളത് ചിപ്പർ ഉപയോഗിച്ചിട്ട് ചിപ്പ് ചെയ്ത് കളഞ്ഞ് കഴിയുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ഈ പറഞ്ഞ കൺസീൽ ചെയ്ത്, അതായത് ഭിത്തിയുടെ ഉള്ളിൽ നിൽക്കുന്ന രീതിയിൽ തന്നെ പൈപ്പ് നമുക്ക് കിട്ടും. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ, ഭിത്തിയുടെ ഓവറായിട്ട് നമ്മൾ താഴ്ചയിലേക്ക് പോകരുത്. ഓവറായിട്ട് താഴ്ചയിലേക്ക് പോയി കഴിഞ്ഞാൽ ഭിത്തിയുടെ അതായത് ഭിത്തിക്കനം കൂടി വന്നിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ കല്ലിൻ്റെ അത്രയും ഏരിയയാണ് പോകുന്നത്, അതായത് കല്ല് അത്രയും ആഴത്തിലേക്ക് പോകുന്ന അത്രയും സ്ട്രെങ്ത്ത് കുറയും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പൈപ്പ് പോകുന്ന കറക്റ്റ് ആ മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 25 mm ഒക്കെ ആണെങ്കിൽ നമുക്ക് ഒരു 1 ഇഞ്ച് അല്ലെങ്കിൽ 1.25 ഇഞ്ച് മാത്രം മതി അതിൻ്റെ താഴ്ച വരുന്നത്. ആ അത്രയും താഴ്ചയിലുള്ളിൽ തന്നെ നമുക്ക് ഈ പറഞ്ഞ പൈപ്പുകളെല്ലാം തന്നെ കൺസീൽ ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും. അപ്പോൾ കൺസീൽ ചെയ്ത് മാത്രമല്ല, നമ്മൾ കറക്റ്റായിട്ട് മെറ്റൽ ബോക്സ് ആണെങ്കിലും തേപ്പ് തന്നെ ഇട്ടിട്ട് വേണം. മെറ്റൽ ബോക്സ് അല്ലെങ്കിൽ SS-ൻ്റെ ബോക്സുകളാണ് സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീൽ, അതായത് SS-ൻ്റെ ബോക്സാണ് ഉപയോഗിച്ചിരിക്കുന്നത്. തുരുമ്പ് എടുക്കാത്ത ബോക്സുകളാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് 3-4 രീതിയിലുള്ള ബോക്സുകൾ വരുന്നുണ്ട്. ഗാൽവനൈസ് ചെയ്ത മെറ്റൽ ബോക്സ് വരുന്നുണ്ട്. അത് കുറേ നാൾ കഴിയുമ്പോൾ തുരുമ്പ് എടുക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഇത് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ ആയതുകൊണ്ട് ഒരു കാലത്തും അതിൻ്റെ തുരുമ്പ് കാര്യങ്ങളൊന്നും എഫക്റ്റ് ചെയ്യാത്ത ബോക്സുകളാണ്, ലൈഫ് ലോങ് നിൽക്കുന്ന ബോക്സുകളാണ്. എന്നാൽ തന്നെ ഓവറായിട്ട് റേറ്റ് കാര്യങ്ങളൊന്നും വരുന്നില്ല. നോർമൽ റേറ്റിനേലും സാധാരണ റേറ്റിനേലും ചെറിയൊരു വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ. ലൈഫ് ലോങ് വെച്ച് നോക്കി കഴിയുമ്പോൾ അതൊരു വലിയൊരു എക്സ്പെൻസ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല. അപ്പോൾ നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് തേപ്പാനം കിട്ടുന്ന രീതിയിലുള്ള ചെറിയ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ബോക്സുകളാണ് വെച്ചിരിക്കുന്നത്. ഒരു 2 mm 3 mm നമുക്ക് തേപ്പാനം കിട്ടുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഇനി അതല്ല, നമ്മൾ തേപ്പാനം ഓവറായിട്ട് കൊടുക്കരുത്. ഓവറായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ബോക്സുകളൊന്നും ചിലപ്പോൾ പ്ലാസ്റ്റർ ചെയ്താലും കൺസീൽ ചെയ്ത് പോകാത്തൊരവസ്ഥ വരും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കറക്റ്റ് ചെയ്ത് 2 mm അല്ലെങ്കിൽ പിന്നെ 3 mm ആയിട്ട് നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ തേപ്പ് കനം കൂടി കൊടുത്ത് ക്ലിയർ ചെയ്യുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ. There was once a day that I would pray for you. I'd go and misbehave just so you'd notice too. Sneaking looks up and down from across the room. And damn, what a hell of a view. I feel good, you look great, I like you, I can't wait. A first time, a first date. You're so fine, I'm so late. You sip wine, I drink straight.